ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഗോമതിയുടെ കള്ളത്തരങ്ങളും എല്ലാം തന്നെ ബാലൻ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആട്ടോ. അങ്ങനെ ബാലൻ ആ സത്യം മനസ്സിലാക്കാണ്. മിഥുനും മിത്രയും തമ്മിലാണ് സ്നേഹിച്ചിരുന്നതെന്നും വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടെന്നും വിവാഹം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടിപ്പോയത്, അതായത് കല്യാണത്തിന് തലേന്ന് മിത്ര ഒളിച്ചോടിപ്പോയത് മിഥുൻ്റെ കൂടെയാണെന്നുള്ള സത്യം ബാലൻ മനസ്സിലാക്കാണ്. പിന്നീട് എങ്ങനെയാണ് ആരിനെ വിവാഹം കഴിച്ചത്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ബാലൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കാട്ടോ. ബാലൻ വിചാരിക്കും ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ല, ഇത്രയൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ, ഇനി ഇതിനുള്ള മറുപടി പറയേണ്ടത് മിത്രയാണ് എന്ന് മനസ്സിലാക്കാണ് ബാലൻ. അങ്ങനെ മിത്രേനെ വിളിക്കുന്നുണ്ട് ബാലൻ. മോളൊന്ന് വരാവോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ ഗോമതിയില മീനാക്ഷിയില ആരുമില്ല. മിത്രയുടെ മാത്രം രഹസ്യമായിട്ട് ചോദിക്കാന്ന് വെച്ചിട്ടാണ് പോണത്. മിത്രയുടെ കയ്യും കാലൊക്കെ അപ്പം തന്നെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ മിത്രനെ വിളിച്ചുകൊണ്ട് ബാലൻ ആ പറമ്പിലേക്ക് പോകുന്നുണ്ട്. ശേഷം ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ മോള് സത്യസന്ധമായിട്ട് മറുപടി പറയാവോ? മോള് സത്യസന്ധമായിട്ട് മറുപടി മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഈ അങ്കിൾ ഇതുപോലെ എല്ലാവർക്കും ഇനി സംസാരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും മിത്രയൊക്കെ മനസ്സിലായി കാര്യം ഏകദേശം അങ്കിള് സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിത്രയുടെ മുഖമൊക്കെ അവന് മാറും കേട്ടോ. പറയാ അങ്കിൾ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സത്യസന്ധമായിട്ടും വേണം പറയാനായിട്ട് എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട്, ആ അങ്കിളെ ഞാൻ പറയാം എന്ന് പറയാണ്. അല്ല, വിവാഹത്തിന് മുമ്പ് തലേ ദിവസം നീ വിവാഹത്തിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് ഒളിച്ചോടി പോയെന്നാണ് ഇവിടെ എല്ലാവരും അറിഞ്ഞത്. ശേഷമാണ് നീ അടുത്ത ദിവസം ആരിനായിട്ട് കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത്. സത്യം പറ, നീ ശരിക്കും പറ, വിവാഹത്തിന് തലേ ദിവസം ഒളിച്ചോടി പോയത് ആരിനായിട്ട് തന്നെയാണോ? ആരിനെയാണോ നീ സ്നേഹിച്ചത്? അല്ല, ഞാൻ കാണുമ്പോഴേ നിങ്ങൾ കൊച്ചുനാൾ തൊട്ട് ഭയങ്കര ശത്രുക്കളാണ്. അങ്ങനെ ശത്രുക്കളായത് ഒരാള്, അതായത് നീ വിവാഹത്തിന്റെ ആ ദിവസം പോലും ആരിനോട് ഭയങ്കര ശത്രുതയിലാണ് സംസാരിച്ചത്. തലേ ദിവസം പോലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള ആളുടെ കൂടെ നീ എങ്ങനെ ഒളിച്ചോടി പോയി എന്ന് ചോദിക്കുകയാണ്. നീ ആരിനെ തന്നെയാണോ സ്നേഹിച്ചത്? അല്ല, നിങ്ങൾ ഭയങ്കര ശത്രുത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊന്നും എന്നോട് അഭിനയിക്കേണ്ട, എന്നെ അത് വിശ്വസിക്കത്തുമില്ല. ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുകയെന്ന് വിചാരിച്ചോളൂ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആ പയ്യനുണ്ടല്ലോ, അവൻ്റെ പേര് മിഥുൻ എന്നാണ്. അവനും നീയും തമ്മിൽ എന്താണ് ബന്ധം? നീ അവനെയാണോ സ്നേഹിച്ചിരുന്നത്? സത്യം സത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ബാലൻ പേടിപ്പിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മിത്ര സത്യങ്ങളെല്ലാം ബാലനോട് പറയാണ്. അങ്കിളെ, അത് ഞാൻ വിവാഹത്തിന് മുമ്പ് ഒളിച്ചോടി പോയത് മിഥുനായിട്ടായിരുന്നു. ഞാൻ അവനെയാണ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. പണവും സ്വർണ്ണവും എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല വീട്ടിൽ നിന്ന് വന്നത്. പക്ഷെ മിഥുൻ എന്നെ നിർബന്ധിച്ചു. വീട്ടിൽ എനിക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി കൂട്ടി വെച്ചിരുന്ന പണവും സ്വർണ്ണവും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് വന്നാൽ മതി മിഥുൻ്റെ അടുത്തേക്ക് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ സ്വർണ്ണവും പണവും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അത് എടുത്തുകൊണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞത് മിഥുൻ ആ സമയത്ത് എടുത്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് വിവാഹം കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ അവനാണ് വീട്ടിൽ വന്നിട്ട് ആ സ്വർണ്ണവും പണവും ഒക്കെ മോഷ്ടിച്ചത്. ഞാൻ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയണം. അപ്പം ഞാൻ അവനോട് ഒരുപാട് വഴക്കുണ്ടാക്കിയതിനു ശേഷം അവൻ എന്നോട് ഒരു കാര്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞു. അവൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. എൻ്റെ പണവും സ്വർണവും അതുപോലെ തന്നെ വെറുതെ ഒരു പെണ്ണുങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു അങ്കലാപ്പിലും ആ ഒരു ഇതിലാണ് അവൻ വെറുതെ ഇതിന് വേണ്ടിയിട്ടാണ് ഒരു എന്താ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിച്ചത്, വെറുതെ എന്നെ സ്നേഹിച്ചെന്നുള്ള സത്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. ആ ഒരു ഷോക്കിന് അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവൻ എന്നെയും വഴക്ക് പറഞ്ഞ് തള്ളിയിട്ട് എൻ്റെ ഫോൺ നിലത്തിട്ട് അടിച്ച് പൊട്ടിച്ചു അവൻ. എന്നിട്ട് എൻ്റെ സ്വർണ്ണങ്ങളും ആഭരണമൊക്കെ അവിടുന്ന് എടുത്തിട്ടാണ് മോഷ്ടിച്ചിട്ടാണ് അവൻ അവിടെ നാട് വിട്ടതെന്ന് പറയണം. അവൻ നാട് വിട്ടത് മനസ്സിലാക്കി ഞാൻ തിരിച്ചെങ്ങനെ നാട്ടിലേക്ക് വരാം, ആ ജീവിതം അവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതാണ്. ഗുരുവായൂർ വെച്ചിട്ട് ഞാൻ ആ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ അവിടെ നിന്ന് ഒക്കെ വെള്ളത്തിൽ ചാടുമായിരുന്നു. എന്നെ ദൈവത്തെ പോലെ വന്നിട്ട് ഒരാൾ എന്നെ രക്ഷിക്കുക ചെയ്ത് അന്നാണ് അവിടെ തൊഴാൻ വന്നത്. അമ്മായിയും അതുപോലെ തന്നെ അപ്പച്ചിയും ആര്യനും മീനാക്ഷിയെടുത്തിയൊക്കെ അവിടെ അന്ന് തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നെ കാണുകയും എൻ്റെ ജീവിതം ഇനി എന്താകുമെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പച്ചിയാണ് എൻ്റെ അടുത്ത്, വേണ്ട മതി നിർത്ത്, ഇനി ബാക്കി കാര്യങ്ങളൊന്നും നീയല്ല പറയേണ്ടത്, ഇതെല്ലാവരുടെ മുമ്പിൽ വേണം പറയാൻ, പക്ഷെ നീയല്ല, ഇതിൻ്റെ ബാക്കി ഇനി ഗോമതി വേണം പറയാൻ. അയ്യോ അങ്കിള് വേണ്ട, വഴക്കുണ്ടാക്കണ്ടോ? ഇത്രയും നാൾ എന്നെ പൊട്ടനാക്കിയിട്ട് വഴക്കുണ്ടാക്കേണ്ടതാണ് നീ പറയണത്, വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ മിത്രനെയും കൂട്ടിക്കൊണ്ട്
നമ്മുടെ ബാലൻ അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഗോമതിനെ വിളിക്കുന്നുണ്ട്. മീനാക്ഷി, ആകാശ്, ആര്യൻ, ദേവി, ആനന്ദ്, ധർമ്മൻ, അവിടെ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ വിളിച്ച് നിരത്തി നിർത്തുവാട്ടോ ബാലൻ. ശേഷം ബാലൻ ഗോമതി എടുത്ത് ചോദിക്കുന്നുണ്ട്, ഗോമതി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കും, സത്യമായിട്ട് വേണം പറയാൻ. എന്താ ബാലട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ പറഞ്ഞതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. മിത്രേ, നിങ്ങളുടെ വിവാഹം നടത്തി തന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണതും മിത്ര ഇങ്ങനെ ഷോക്ക് അടിച്ചപ്പോൾ നിൽക്കുകയാണ്. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മിത്ര ഗോമതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശേഷം ബാലൻ വീണ്ടും ചോദിക്കുകയാണ്, മിത്രേ, ഞാൻ നിന്നോടാണ് ചോദിച്ചത്, നിന്റെയും ആര്യന്റെയും വിവാഹം നടത്തി തന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മിത്ര അത് അപ്പച്ചിയാണ് എന്ന് പറയാണ്. ബാലൻ അപ്പം തന്നെ നമ്മുടെ ഗോമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഗോമതി ഓടിപ്പോയിട്ട് ബാലന്റെ കാലിലേക്ക് വീണ്, ബാലേട്ട ക്ഷമിക്കണം ബാലേട്ട, അന്ന് എനിക്ക് വേറെ നിവർത്തിയില്ലെന്ന്, എഴുന്നേക്കടി എവിടെ നിന്ന് എന്ന് പറയാണ് ബാലൻ. അപ്പോഴേക്കും ഗോമതി പെട്ടെന്ന് നെട്ടിങ്ങനെ എഴുന്നേക്കുവാട്ടോ. ആ ബാലന്റെ ആ ഒരു ദേഷ്യവും ആ ഒരു വെപ്രാളവും കാണുമ്പോൾ ദേവിയും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കണ്ണൊക്കെ പുറത്ത് ചാടുന്ന രീതിയിലേക്ക് ദേവി ഇങ്ങനെ എപ്പോൾ തന്നെ ദേവി അമ്മ എന്ന് പറഞ്ഞിട്ട് ഗോമതിനെ ദേവി മീനാക്ഷി കൂടി അവിടെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി ഗോമതിനെ പിടിച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, ഇത്രയും നാള് 28 വർഷം ഞാൻ നിന്റെ കൂടെ ജീവിച്ചു, എപ്പോഴെങ്കിലും കള്ളത്തരം പോയിട്ട് നിന്നെ ഒരു കള്ള നോട്ടം പോലെ ഞാൻ നോക്കിയിട്ടുണ്ടോടി? എന്തിനാ എന്നോട് ഈ ഒരു ചതി കാണിച്ചത് എന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ ജീവിതം എന്തിനാണ് നീ നശിപ്പിച്ചത്? ബാലേട്ട അത് വേണ്ട, നീ ഒന്നും പറയണ്ട, ഇവിടെ തീർന്നു 28 വർഷത്തെ ദാമ്പത്യ ജീവിതം ദേ ഇവിടെ തീർന്നു. ഇനി ഇത് ഗോമതിന്റെ വഴി, ബാലന്റെ വഴി എന്ന് പറയണ. ബാലേട്ട പ്ലീസ് ബാലേട്ട, നമ്മുടെ കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ബാലൻ സമ്മതിക്കുന്നില്ല, ഇറങ്ങിപ്പോയി വിടെന്ന് പറയാണ്. അപ്പൊ ദേവി പറഞ്ഞ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞ ബാലച്ച, അമ്മ ഇവിടെ ഇറങ്ങിപ്പോയിട്ട് വേണ്ട ബാലച്ച, ഈ ദേഷ്യത്തെ പുറത്തൊന്നും പറയരുത്. മോളെ ദേവി, നിന്നോട് സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ പറയാണ്, ഇത് ഞാനും ഗോമതിയും തമ്മിലുള്ള ഭാര്യ ഭർത്താവിന്റെ കാര്യമാണ്. ഇതിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും മാറ്, ആരും ഇതിൽ സംസാരിക്കേണ്ട. അച്ഛ അതൊന്നും മീനാക്ഷി പറയുമ്പോ നീയും മിണ്ടരുത്, നിനക്കും സത്യങ്ങളൊക്കെ അറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ല. സാരില്ല, നിന്നോടൊക്കെ ഞാൻ ക്ഷമിച്ചു, കാരണം നിന്റെയൊക്കെ വായടപ്പിച്ചത് ഈ ഗോമതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവളൊഴിച്ച് ബാക്കി എല്ലാവരോടും ക്ഷമിച്ചു. അതുകൊണ്ട് ഇവളിനി ഈ വീട്ടിൽ വേണ്ട, ഇവൾ ഈ വീട്ടിൽ നിന്ന് പോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഗോമതി വിചാരിക്കുകയാണ് ശരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാം. പക്ഷെ ഗോമതി ചെറിയൊരു തമാശ രീതിയിലാണ് കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പടി കടക്കുമ്പോഴേക്കും ബാലൻ വിളിക്കുമെന്നൊരു ധൈര്യത്തിൽ ഗോമതി പടി കടന്ന് മുറ്റത്ത് എത്തിക്കുമ്പോഴേക്കും ബാലൻ വിളിക്കുകയാണ് ചെയ്തത്. പകരം ബാലൻ ഗോമതിയുടെ ഡ്രസ്സുകളും സാരിയും ബാഗും ഗോമതിയുടെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട്, ചെരുപ്പോ എന്തൊക്കെയുണ്ട്, അതൊക്കെ തന്നെ ഗോമതിയുടെ മേത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ്. ഇനി ഒരു സാധനം എടുക്കാനെന്ന് പറഞ്ഞിട്ട് പോലും ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞിട്ട് വാതിൽ കൊട്ടി അടക്കുവാട്ടോ. വേറെ ആരെയും ബാലൻ പറഞ്ഞു വിടുന്നില്ല. അങ്ങനെ ഗോമതി ഒറ്റപ്പെട്ടു പോവാണ്. ഗോമതി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോമതിയുടെ അമ്മയും അതുപോലെ തന്നെ ചേട്ടന്മാരും ആ കാഴ്ച കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഗോമതിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ അലോകും അനന്തനും അച്യുതനും വിളിക്കുകയാണ്. അവരുടെ മനസ്സിൽ ആ ഒരു സ്വത്തുക്കൾ വേണമെന്നൊരു വിചാരം കൂടി ഉണ്ട്. അപ്പൊ അവരതൊരു അവസരമായിട്ട് എടുത്തു. അപ്പച്ചി പറഞ്ഞിട്ട് അമ്മയുടെ ആലോക് പണ്ട് എന്തിനാ ഇവിടുന്ന് കഷ്ടപ്പെടുന്നത്, വാ അപ്പച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പൊ അച്യുതൻ അനന്തനും വിളിക്കുന്നുണ്ട്, വാ ഗോമതി, നീ എന്തിനാ ഇവിടെ നിൽക്കണത്, ബാല നിന്നെ വേണ്ട, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണത്, വാ ഗോമതി, നീ ഞങ്ങളുടെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഗോമതിനെ വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോണത്. വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കുറച്ച് മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നല്ല സൂപ്പർ പ്രൊമോ ആണ്, ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സംശയമില്ലാത്തൊരു സൂപ്പർ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.